കേരളത്തിൽ കാലാവസ്ഥ ഇപ്പോൾ അത്തരമൊരു രൗദ്രരൂപം എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ആശങ്ക പെട്ടെന്ന് വർദ്ധിപ്പിച്ചു. കാരണം തുടർച്ചയായി സജീവമാകുന്ന മൺസൂണിനിടയിൽ ഇപ്പോൾ സംസ്ഥാനത്തെ പല ജില്ലകളിലും കനത്ത മഴയുടെ ഭീഷണി അതിവേഗം വർദ്ധിക്കുന്നത് കാണപ്പെടുന്നു. ആകാശത്ത് തുടർച്ചയായി മൂടിക്കൂടുന്ന കറുത്ത മേഘങ്ങൾ, തീരപ്രദേശങ്ങളിൽ ശക്തമാകുന്ന കാറ്റുകൾ, കാലാവസ്ഥാ വകുപ്പിന്റെ തുടർച്ചയായി വർദ്ധിക്കുന്ന മുന്നറിയിപ്പുകൾ എന്നിവ വരാനിരിക്കുന്ന ഏതാനും മണിക്കൂറുകൾ കേരളത്തിന് അതീവ നിർണായകമാണെന്ന വ്യക്തമായ സൂചന നൽകുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ റിപ്പോർട്ടനുസരിച്ച് സംസ്ഥാനത്തുടനീളം മഴയുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ശക്തമായിരിക്കുന്നു. പലയിടങ്ങളിലും ഇടത്തരം മുതൽ കനത്ത മഴ വരെയുള്ള ഘട്ടം തുടങ്ങാനുള്ള സാധ്യതയുണ്ടായിരിക്കുന്നു. നിങ്ങൾ കേരളത്തിലോ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തോ ആണ് താമസിക്കുന്നതെങ്കിൽ ഈ കാലാവസ്ഥാ അപ്ഡേറ്റിനെ ഒട്ടും നിസ്സാരമായി കാണരുത്. കാരണം ഇനി മുന്നോട്ട് വരുന്ന വിവരങ്ങളിൽ കടൽ മുതൽ തീരപ്രദേശങ്ങൾ വരെ വലിയ ഭീഷണി വർദ്ധിക്കുന്നത് കാണപ്പെടുന്നു. നിങ്ങൾ തുടർച്ചയായി ഇത്തരത്തിൽ ഏറ്റവും വേഗതയേറിയ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ജറൂർ ചെയ്യുക. ഏറ്റവും കൂടുതൽ ആശങ്ക നിലവിൽ വടക്കൻ കേരളത്തിലെ ജില്ലകളെക്കുറിച്ചാണ് വർദ്ധിക്കുന്നത്. കാരണം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള അർത്ഥം ഈ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത തുടർച്ചയായി നിലനിൽക്കുന്നുവെന്നും സാഹചര്യങ്ങൾ അതിവേഗം വഷളായേക്കാമെന്നുമാണ്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റും ഭീഷണി വർദ്ധിപ്പിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലുടനീളം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതേസമയം ചില സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത 40 മുതൽ 50 കിലോമീറ്റർ വരെ എത്തിയേക്കാം. അതായത് സാധാരണ മഴയായി കാണപ്പെടുന്നത് പെട്ടെന്ന് അപകടകരമായ രൂപമെടുത്തേക്കാം. ഏറ്റവും വലിയ ആശങ്ക മഴയോടൊപ്പം ഉച്ചയ്ക്കും വൈകുന്നേരവും ഇടിമിന്നലോടുകൂടിയ കാറ്റും മിന്നൽ അപകടങ്ങളും വർദ്ധിച്ചേക്കാമെന്നതാണ്. മിന്നൽ മിന്നുന്നതോ ശക്തമായ ഇടിമുഴക്കം കേൾക്കുന്നതോ ആയ ഉടൻ തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിവാസികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുറസായ മൈതാനങ്ങളിലും മരങ്ങൾക്കടിയിലും ലോഹവസ്തുക്കൾക്ക് സമീപവും നിൽക്കുന്നത് ജീവനു ഭീഷണിയായേക്കാം. വീടുകളിൽ താമസിക്കുന്നവരോടും വാതിലുകളും ജനലുകളും അടച്ചിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലൂടെ ശക്തമായ കാറ്റും മിന്നലും കാരണം ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. എന്നാൽ സാഹചര്യങ്ങൾ കരയിൽ മാത്രമല്ല മോശമായിരിക്കുന്നത്, കടലിലും വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പും സമുദ്ര ഗവേഷണ ഏജൻസികളും മത്സ്യബന്ധികൾക്കായി അതിഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിൽ അടുത്ത കുറച്ചു സമയത്തേക്ക് കടലിൽ ഒട്ടും പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം സമുദ്രമേഖലകളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. പലയിടങ്ങളിലും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ എത്തിയേക്കാം. അതായത് സാധാരണ മഴയായി കാണപ്പെടുന്നത് പെട്ടെന്ന് അപകടകരമായ രൂപമെടുത്തേക്കാം. ഇവിടെ കാലാവസ്ഥാ വകുപ്പ് അടുത്ത കുറച്ചു സമയത്തേക്ക് ഇനിയും വലിയ സൂചന നൽകിയിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു. എന്നാൽ ഇതിനുശേഷം പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ തുടങ്ങിയ ജില്ലകളിലും കനത്ത മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അതായത് മഴയുടെ ഈ സിസ്റ്റം പതുക്കെ പതുക്കെ കേരളത്തിലുടനീളം അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ വരാനിരിക്കുന്ന സമയത്ത് കൂടുതൽ ജില്ലകളിൽ സാഹചര്യം വഷളായേക്കാമെന്നും വ്യക്തമാണ്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ മാറ്റം പല വ്യത്യസ്ത അന്തരീക്ഷ സിസ്റ്റങ്ങൾ കാരണമാണ് സംഭവിക്കുന്നത്. വടക്കൻ തീരഗോഷ്ഠ തമിഴ്നാടിനു മുകളിൽ ഒരു ചക്രവാളി ചുഴലി രൂപപ്പെട്ടിരിക്കുന്നു. അതേസമയം തമിഴ്നാട് തീരത്തിനടുത്ത് ഒരു പാത്തി മേഖല സജീവമാണ്. ഇതുകൂടാതെ തെക്കൻ തീരഗോഷ്ഠ ആന്ധ്രാപ്രദേശിന് സമീപവും മറ്റൊരു ചക്രവാളി സിസ്റ്റം സജീവമാണെന്ന് പറയപ്പെടുന്നു. ഈ 3 സിസ്റ്റങ്ങളും ചേർന്ന് കേരളത്തിനു മുകളിൽ തുടർച്ചയായി ഈർപ്പമെത്തിക്കുന്നു. ഇതേ കാരണത്താലാണ് മഴയുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ശക്തമാകുന്നത്. നിങ്ങൾ കേരളത്തിലോ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തോ ആണ് താമസിക്കുന്നതെങ്കിൽ ഈ കാലാവസ്ഥാ അപ്ഡേറ്റിനെ ഒട്ടും നിസ്സാരമായി കാണരുത്. കാരണം ഇനി മുന്നോട്ട് വരുന്ന വിവരങ്ങളിൽ കടൽ മുതൽ തീരപ്രദേശങ്ങൾ വരെ വലിയ ഭീഷണി വർദ്ധിക്കുന്നത് കാണപ്പെടുന്നു. നിങ്ങൾ തുടർച്ചയായി ഇത്തരത്തിൽ ഏറ്റവും വേഗതയേറിയ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ജറൂർ ചെയ്യുക. കാരണം അടുത്ത വിവരം ഏതൊക്കെ ജില്ലകളിൽ അതിശക്തമായ മഴയും കടലാക്രമണ ഭീഷണിയും ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞേക്കാം. ഈ അപ്ഡേറ്റ് ഏവരെയും ഞെട്ടിച്ചേക്കാം.
ഇപ്പോൾ കാലാവസ്ഥയുടെ അടുത്ത ചിത്രം ഇനിയും ഗൗരവമായി കാണപ്പെടുന്നു. കാരണം കേരളത്തിൽ വെറും സാധാരണ മൺസൂൺ മഴ മാത്രമല്ല, പലയിടങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പെട്ടെന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ സാഹചര്യങ്ങൾ പെട്ടെന്ന് വഷളായേക്കാമെന്നും വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ വെള്ളക്കെട്ടും പ്രാദേശിക പ്രളയവും ഗതാഗതം തടസ്സപ്പെടുന്നതും പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആശങ്ക കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവിടെ നേരത്തെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കാലാവസ്ഥാ വകുപ്പിനനുസരിച്ച് ഇവിടെ 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയേക്കാം. ഇത്രയും മഴ ഏതൊരു പ്രദേശത്തെയും സാധാരണ സംവിധാനങ്ങളെ പൂർണ്ണമായും ബാധിക്കാൻ പര്യാപ്തമായി കണക്കാക്കപ്പെടുന്നു. ഇതുകൂടാതെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലും കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പിനനുസരിച്ച് ഈ മേഖലകളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. ഇതേ കാരണത്താലാണ് തുടർച്ചയായി അലർട്ടുകൾ നൽകുന്നത്. ഭരണകൂടവും സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. മഴ ഇതേ വേഗത്തിൽ തുടരുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും റോഡ് ബന്ധം തടസ്സപ്പെടുന്നതും പോലുള്ള പ്രശ്നങ്ങൾ അതിവേഗം വർദ്ധിച്ചേക്കാം. എന്നാൽ ഏറ്റവും വലിയ ഭീഷണി ഇപ്പോൾ കടൽ തീരപ്രദേശങ്ങളിൽ പതിഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നു. ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അഥവാ ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലത്തെ ആലപ്പാട്ട് മുതൽ ഇടവ വരെയും, ആലപ്പുഴയിലെ ചെല്ലാനം മുതൽ അഴിക്കൽ ജെട്ടി വരെയും, എറണാകുളത്തെ മുനമ്പം ഫിഷിംഗ് ഹാർബർ മുതൽ മരുവക്കാട് വരെയും കടലിലെ തിരമാലകളുടെ ഉയരം 0.9 മീറ്ററിൽ നിന്ന് 1.4 മീറ്റർ വരെ വർദ്ധിക്കും. ഇതിന്റെ അർത്ഥം ഈ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന്റെ ഭീഷണി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് പ്രത്യേക ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം തുടർച്ചയായ ഉയർന്ന തിരമാലകൾ തീരങ്ങളെ നശിപ്പിച്ചേക്കാം. മത്സ്യബന്ധികൾക്കുള്ള ഭീഷണി ഇതുവരെ അവസാനിച്ചിട്ടില്ല, മറിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ സമുദ്രമേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയ സാഹചര്യം തുടരുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പ് വീണ്ടും ആവർത്തിച്ചു. ഈ പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ആകാം. പലപ്പോഴും ഇതിന്റെ കാറ്റടികൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ എത്തിയേക്കാം. അതേസമയം അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിൽ കാറ്റിന്റെ വേഗത 45 മുതൽ 55 കിലോമീറ്റർ വരെയും പലയിടങ്ങളിലും മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം ചെറിയ വള്ളങ്ങൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും അതീവ അപകടകരമായി കണക്കാക്കപ്പെടുന്നു. കാലാവസ്ഥാ വിദഗ്ധർ ഇപ്പോൾ മറ്റൊരു വലിയ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അത് എൽ നിനോയുടെ സ്വാധീനമാണ്. മധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽ നിനോ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തെക്കുപടിഞ്ഞാറൻ കാലാവസ്ഥയിൽ ഇത് കൂടുതൽ ശക്തമായേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ വരും കാലങ്ങളിൽ മഴയുടെ രീതി പെട്ടെന്ന് മാറിയേക്കാം. ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചേക്കാം. ഇതുകൊണ്ടാണ് കേരളത്തിലെ കാലാവസ്ഥയെ നിലവിൽ പൂർണ്ണമായും സെൻസിറ്റീവ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും സമയങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും തുടർച്ചയായി മേഘാവൃതമായ അന്തരീക്ഷം നിലനിന്നേക്കാം. ഇടിമിന്നൽ വർദ്ധിച്ചേക്കാം. പെട്ടെന്ന് ശക്തമായ കാറ്റോടുകൂടി കനത്ത മഴ ആരംഭിച്ചേക്കാം. അതായത് ഇത് വെറും സാധാരണ കാലാവസ്ഥയുടെ തുടക്കമാണെന്ന് കരുതുന്നവർക്ക് ഈ കാലാവസ്ഥ മുന്നോട്ട് വലിയ വെല്ലുവിളി ഉയർത്തിയേക്കാം. കേരളത്തിൽ നേരിയ മഴയുടെ കാലഘട്ടമാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ ഈ അപ്ഡേറ്റ് മുഴുവൻ ചിത്രവും മാറ്റിയേക്കാം. കാരണം ഇപ്പോൾ ഭീഷണി മഴയുടേതു മാത്രമല്ല, മറിച്ച് കടലാക്രമണം, ശക്തമായ കാറ്റ്, മിന്നൽ, കനത്ത വെള്ളക്കെട്ട് എന്നിവയുടേതു കൂടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഉടൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ജറൂർ ചെയ്യുക. കാരണം കാലാവസ്ഥയുടെ ഈ മാറുന്ന കളി അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ ദശലക്ഷങ്ങളിലധികം ആളുകളുടെ ദിനചര്യയെ പൂർണ്ണമായും മാറ്റുന്ന ഒരു രൂപമെടുത്തേക്കാം. അതോടൊപ്പം കേരളത്തിലെ കാലാവസ്ഥയുടെ ഈ തുടക്കം എത്രമാത്രം മനോഹരമായി കാണപ്പെടുന്നുവോ അത്രയും അപകടകരമാണെന്നും തെളിഞ്ഞേക്കാം.